നിങ്ങളുടെ കുട്ടി ഒരുപക്ഷെ ഇക്വേഷൻസ് ഒക്കെ നന്നായി സോൾവ് ചെയ്യുന്നുണ്ടാവും, സ്കൂളിൽ മാർക്സും ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആർ ദേ ഏബിൾ ടു ഹാൻഡിൽ സ്ട്രെസ്? നോ പറയാൻ നിങ്ങളുടെ കുട്ടിക്ക് പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രഷർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? സ്വതന്ത്രമായി ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളും ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങളിതൊക്കെ കേട്ടിട്ടുള്ളതാണ് എന്നും പറഞ്ഞാൽ ഈ വീഡിയോ നിർത്തിയേച്ച് പോകരുത്. ബിക്കോസ് ഈ പ്രശ്നത്തിന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൊല്യൂഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വൽ പ്രോബ്ലം ഒന്ന് അഡ്രസ്സ് ചെയ്യാം. കഴിഞ്ഞ 20 വർഷങ്ങളായി കുട്ടികളോടും പാരൻസിനോടും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ അവർ ഹൈലി ഇൻഫോംഡ് ആണ്, പക്ഷേ ഇമോഷണലി നോക്കുകയാണെങ്കിൽ അത്രയധികം ഫ്രജൈൽ. ഡിജിറ്റലി സ്മാർട്ടാണ്, എന്നാൽ സോഷ്യലി കൺഫ്യൂസ്ഡ് ആണ്. എല്ലാവരും അംബീഷ്യസ് ആണ്, പക്ഷേ ഡയറക്ഷൻലെസ് ആണ്. ഓൺലൈനിൽ എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആണ്, എന്നാൽ ഓഫ്ലൈനിൽ അസാധ്യ ഇൻസെക്യൂരിറ്റി. ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആണ്, എന്നാൽ ഒരു കാര്യത്തിന് വേണ്ടിയും കൃത്യമായി പ്രിപ്പയർഡ് അല്ല. ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ മാത്രം കുഴപ്പമാണ്? ഒരിക്കലുമല്ല. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ കൂടി പ്രശ്നമാണ്. ആദ്യത്തെ പ്രോബ്ലം ഇൻഫർമേഷൻ ഓവർലോഡ്, എന്നാൽ തിങ്കിങ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികൾ ഒരു ദിവസം ഏകദേശം ഒരു 200 റീലെങ്കിലും കാണുന്നുണ്ട്. ആ 200 റീലും കണ്ടിട്ട് എന്തൊക്കെയോ കുറേ ഒപ്പീനിയൻസിലേക്കും അവർ എത്തിപ്പെടുന്നുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കറിയാം. അത് ജനറൽ നോളജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ അല്ലാത്ത ട്രെൻഡുകളെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള കരിയറുകൾ എന്താണെന്ന് ചോദിച്ചു നോക്കിയേ, അതും നമ്മുടെ കുട്ടികൾ പറയും. എന്നാൽ എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു നോക്കിയേ, കൃത്യമായൊരു ഉത്തരം ഉണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചേ, അവിടെയും നമ്മുടെ കുട്ടികൾ കൺഫ്യൂസ് ആയി. നമ്മുടെ കുട്ടികൾ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്, എന്നാൽ അവർ പ്രോപ്പർലി തിങ്ക് ചെയ്യാനുള്ള രീതിയിൽ ട്രെയിൻഡ് ആകുന്നില്ല. വേറൊരു ഇഷ്യൂ എന്താണ്, വളരെ ഫാസ്റ്റായിട്ട് സ്ക്രോൾ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ബട്ട് കാമായിരുന്ന് ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അവർ പുറകോട്ട് പോകുന്നു. കാരണം ദേ ആർ നോട്ട് ട്രെയിൻഡ് ലൈക്ക് ദാറ്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ്. ചെറിയൊരു തോൽവി ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അത് സഹിക്കാനാകാതെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന അവസ്ഥ. ഈ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലാസ്സിൽ കുറച്ച് ഫ്രണ്ട്സ് സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് സംസാരിക്കുന്നില്ല, ഒരു പിണക്കം, അതായിരിക്കാം. അങ്ങനെയുള്ള എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, അത് ജീവിതത്തിൽ സഹിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയിലേക്ക് എത്തി ഇമോഷണലി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ഇനി ക്രിറ്റിസിസത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതായിരിക്കാം. എല്ലാ സമയങ്ങളിലും ആ ഒരു വ്യക്തിയെ ദ്രോഹിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കില്ല പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നു, പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വന്നുപോയി. പക്ഷേ ആ ഒരു സാധനം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ക്രിട്ടിസൈസ് എന്നെ ചെയ്താണെന്ന് വിചാരിച്ചു, ചെയ്തത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത് എന്നൊരാൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് ക്രിറ്റിസിസമാണ്. അത് കേൾക്കുമ്പോഴത്തേനും അതിനെ തീരെ താങ്ങാൻ പറ്റുന്നില്ല. അതായത് താങ്ങാനുള്ളൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മുടെ കുട്ടികൾക്കില്ല. അതാണ് പ്രശ്നം. വേറൊന്നെന്ന് പറയുന്നത് നോ പറയാനായിട്ടുള്ള മടി. അതായത് സ്വയം നമുക്ക് നോന്ന് കേൾക്കാൻ വയ്യേ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മറ്റൊരാളോട് നോന്ന് പറയുക? ഇതുകൊണ്ട് തന്നെ ഈ നോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ. നിങ്ങൾ ഇതിൻ്റെ ഒരു കോമൺ റീസൺ, ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളിലുള്ള ഒരു കോമൺ റീസൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആണ് എങ്കിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ പ്രശ്നത്തിനകത്ത് പറഞ്ഞ ഏത് പോയിന്റ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ചലേക ആറ്റിറ്റ്യൂഡിലേക്ക് പോകും. പക്ഷെ അതിന് പറ്റാതിരിക്കുന്നതിന് കാരണം നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അത്രയും വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് ഇമോഷണൽ റെഗുലേഷൻ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് ഈ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത്? ആരെ ഏത് ലെവലിൽ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കണം, എവിടെ നിർത്തണം, ഇത് നമ്മുടെ കുട്ടികൾ പഠിക്കണം. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം. ഞാൻ എന്താണ്, നമ്മുടെ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയില്ലേ, അത് സെൽഫ് അവെയർ ആവണം.
അതുപോലെ കോപ്പിംഗ് ടൂൾസും കോപ്പിംഗ് മെക്കാനിസവും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓരോ സിറ്റുവേഷനോടും നമ്മൾ എങ്ങനെയാണ് കോപ്പപ്പ് ആവേണ്ടത്, എല്ലാ സിറ്റുവേഷനും നിരത്തിയിട്ടിട്ട് ഈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊന്നും നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ലൈഫിൽ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ പോകെ അത് പ്രശ്നങ്ങളായി മാറും. നമ്മളെല്ലാവരും കുട്ടികളിൽ പലപ്പോഴും മെച്യൂരിറ്റി എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പറയും വളർന്ന് വരുമ്പോൾ ആ മെച്യൂരിറ്റി അങ്ങ് കാണിച്ചു കൊള്ളും. ബട്ട് ആർ വി റിയലി ട്രെയിനിങ് ദെം? മൂന്നാമത്തെ പ്രോബ്ലം, നമ്മുടെ കുട്ടികൾ ദേ ആർ ഇൻ ദ ഡിജിറ്റൽ വേൾഡ് ബട്ട് ദേ ഡോണ്ട് ഹാവ് പ്രോപ്പർ ഡിജിറ്റൽ വിസ്ഡം. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ അറിയാമോ? അറിയാം. AI ടൂളുകൾ ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ അറിയാമോ? അറിയാം. പക്ഷേ ആർ ദേ അവെയർ ദാറ്റ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്നുള്ളത്? അതവരുടെ ഓൺലൈൻ റെപ്യൂട്ടേഷനാണ് എന്നുള്ള കാര്യം. നമ്മുടെ കുട്ടികളെ സ്കാമുകളെ കുറിച്ച് അവെയറാണോ? നിങ്ങൾ തന്നെ എത്രമാത്രം സ്കാമുകളെ കുറിച്ച് അറിയുന്നുണ്ട്? എത്രമാത്രം വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്? ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഓൺലൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾ എത്രമാത്രം അവെയറാണ്? അതുപോലെ AI ടൂളുകൾ, ഈ ടൂളുകൾ മിസ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ എന്തൊക്കെയായിരിക്കും? ഇത് നമ്മുടെ കുട്ടികൾ അറിയുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് ശരിക്കും നോക്കുമ്പോൾ നമ്മുടെ പാരൻസ് ഉണ്ടല്ലോ, അവർ കുറേയേറെ പേടിച്ചിട്ടുള്ളത്, ദേ ആർ അഫ്രൈഡ്. ആൻഡ് കുട്ടികളോ ഈ കാര്യത്തിൽ ഭയങ്കര ഓവർ കോൺഫിഡൻറ്റും. ഇതൊരു ഡേഞ്ചറസ് കോംബോയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാലാമത്തെ പ്രോബ്ലം, മണി ഇഗ്നറൻസ്. കൂടുതൽ ടീനേജേഴ്സിൻ്റെ കാര്യം നിങ്ങളെടുത്ത് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുട്ടികളിൽ എത്ര പേർക്ക് പൈസയുടെ വാല്യൂ ശരിക്കും അറിയാം? നിങ്ങൾ ആസ് പാരൻസ് എവിടെയെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേനും അങ്ങ് GPay ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് എടുത്തിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ടാവും. ആ സെക്കൻഡിലെ പൈസ അങ്ങ് പോയി. എത്ര സിമ്പിൾ പരിപാടിയാണ് എന്നാണ് പലപ്പോഴും ഈ ഒരു കാഴ്ച കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു ചിന്ത. ഈ പറയുന്ന കാർഡ് ടാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊരു GPay ചെയ്യുമ്പോഴത്തേനും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊരു സാധനം പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം ഈ സാധനം ഉണ്ടാകണമെന്നും അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളയ്ക്കാനുള്ളൊരു സാധനമല്ലെന്നും അതിനൊരു വാല്യൂ ഉണ്ടെന്നും നമ്മൾ എത്രമാത്രം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പാരൻസിന് ലോൺ ഉണ്ടാവും? ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ ഹൗസിംഗ് ലോണെങ്കിലും ഉണ്ടാവും. ആ ലോൺ എടുത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു സാധനം, അത് എത്ര വർഷത്തേക്ക് നിങ്ങൾ EMI അടയ്ക്കേണ്ടി വരും? മാസാമാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തു പോകുന്നുണ്ട്? ഒരു ബാങ്ക് ഒരു സമയത്ത് നമുക്ക് ബൾക്കായിട്ടൊരു തുക ഇങ്ങോട്ട് തന്നാൽ ആ തുകയുടെ എത്ര ഇരട്ടി നമ്മൾ കാലാകാലം കൊണ്ട് തിരിച്ചടയ്ക്കും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് അറിയോ ശരിക്കും ഈ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, EMI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ കുട്ടികളെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടാവും, കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടാവും, കഴിക്കുന്നുണ്ടാവും. പോക്കറ്റ് മണി കൊടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൊടുക്കുന്ന പൈസയെ എങ്ങനെ സൂക്ഷിക്കണമെന്നും എന്തിനു വേണ്ടി എവിടെ ചിലവാക്കണമെന്നും അതിനെ എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നും എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഡിസ്കസ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മൾ മണി ഇഗ്നറൻ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് വളർത്തിക്കൊണ്ടുവരുന്നതെന്ന്? ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാതിരുന്നിട്ട് ഫ്യൂച്ചറിൽ ചെന്നിട്ട് കുട്ടികളെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു ഡയലോഗാണ്, മാം ഇവനുണ്ടല്ലോ പൈസയുടെ വില അറിയില്ല. ഓക്കെ, വില അറിയില്ല, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ആ വില മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഫിഫ്ത്ത് പ്രോബ്ലം, പലപ്പോഴും നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ പല ഡിസിഷൻസും എടുക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പിയർ പ്രഷർ. അവരുടെ കൂടെ പഠിക്കുന്നവർ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഞാനൊരു കരിയർ ഗൈഡൻസിൻ്റെ ഫീൽഡിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തിനാ സയൻസ് എടുത്തത്? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സയൻസ് എടുത്തു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സയൻസിലേക്ക് പോകുന്നതാണ് ബെറ്റർ, സോ ഐ വെൻ്റ് അഹെഡ് വിത്ത് സയൻസ്. ഇനി എന്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ കോഴ്സിന് തന്നെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത്? അത് ഫ്രണ്ട്സിൽ കുറേ പേര് ആ കോഴ്സിനാണ് പോകുന്നത് ആൻഡ് എവ്രിബഡി സെഡ് ദാറ്റ് ദ കോഴ്സ് ഇസ് കൂൾ.
അങ്ങനെ കൂളാണ്, കൂളല്ല, അവർ പോകുന്നു ഇവർ പോകുന്നു എന്നൊക്കെ കരുതിയിട്ടാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, അതിപ്പോൾ കരിയറിനെ കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനെ കുറിച്ചായിക്കോട്ടെ, ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത് അങ്ങനെയാണോ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ക്ലാരിറ്റി ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എന്താണ് എന്നുള്ള കാര്യം ട്രെയിൻ ചെയ്യപ്പെടുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കുട്ടികളെ ലാക്ക് ചെയ്യുന്നത് ഇൻ്റലിജൻസ് അല്ല, മറിച്ച് ദേ ലാക്ക് സ്ട്രക്ചേർഡ് ലൈഫ് ട്രെയിനിങ്. ഈ സ്കൂളുകളില്ലേ, സ്കൂൾ ഗിവ്സ് സിലബസ്, കോച്ചിങ് ഗിവ്സ് മാർക്സ്, ഇന്റർനെറ്റ് ഗിവ്സ് എക്സ്പോഷർ. പക്ഷെ നിങ്ങൾ തന്നെ പറയൂ, ഹൂ ഗിവ്സ് ദെം ജഡ്ജ്മെന്റ്, റെസിലിയൻസ്, ഡിസിപ്ലിൻ, എത്തിക്സ്, റെസ്പോൺസിബിലിറ്റി? ഇതൊക്കെ ആര് നൽകും? And that is where we are going to start. Introducing Kids MBA. MBA എന്ന് കേട്ടതുകൊണ്ട് അതൊരു ബിസിനസ് കോഴ്സ് ആണെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ അതൊരു മാർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ളൊരു കോഴ്സാണ്, അല്ല. മറിച്ച് ഇതൊരു ലൈഫ് ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. We need to train children on certain things. Think before reacting. Making ethical decisions in life. Handling peer pressure. Understanding digital consequences. Respecting boundaries. അതുപോലെ തന്നെ managing things wisely. Setting realistic goals. Building emotional intelligence. ഇതെല്ലാം ചേർന്നതാണ് കിഡ്സ് MBA. Let's make better adults. ഇതെന്ന് പറയുന്നത് കുറേ തിയറി അല്ല, മറിച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇൻക്ലൂഡിങ് ഡിസ്കഷൻസ്, സെനാരിയോസ്, റിയൽ ലൈഫ് സിമുലേഷൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് സ്കൂൾ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക്, അതായത് വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് കറക്റ്റായി മോൾഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള പ്രോഗ്രാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഓഫ്ലൈനായും ഓൺലൈനായിട്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കുട്ടികളുടെ ട്യൂഷൻ, കോച്ചിങ്, അവരുടെ ഗാഡ്ജറ്റ്സ്, ഇങ്ങനെ പല സാധനങ്ങൾക്കും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ബട്ട് ആർ വി റിയലി ഇൻവെസ്റ്റിംഗ് ഇൻ ദെയർ ജഡ്ജ്മെന്റ്? നമ്മുടെ കുട്ടികൾക്ക് 95% മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കൂ, പക്ഷേ നോ പറയാൻ അറിയില്ല, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, മണിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ടെൽ മീ വൺ തിങ്, ഹാവ് വി റിയലി ട്രെയിൻഡ് ദം ഫോർ ലൈഫ്? ഇന്ത്യയിലും വിദേശത്തുമായി എത്രയോ ആയിരം സ്റ്റുഡൻസിനെയും പാരൻസിനെയും ഒക്കെ കണ്ടുമുട്ടിയ എൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായം കൊണ്ടങ്ങ് വന്നുകൊള്ളും എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. വി നീഡ് ടു ട്രെയിൻ അവർ ചിൽഡ്രൻ പ്രോപ്പർലി. ഈ കിഡ്സ് MBA ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് ഫോർ ക്രിയേറ്റിംഗ് ടോപ്പേഴ്സ്, മറിച്ച് ഇറ്റ്സ് ഫോർ ക്രിയേറ്റിംഗ് ഗ്രൗണ്ടഡ്, അവെയർ, റെസ്പോൺസിബിൾ യങ് അഡൽട്സ്. നിങ്ങൾ ഈ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഓടില്ലേ? ആ ഓട്ടത്തിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കുട്ടികൾ കുറേ കാര്യങ്ങൾ സക്സസ്ഫുൾ ആകണം എന്നുകൂടി ആലോചിക്കേണ്ട സമയമായില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ റിലേഷൻഷിപ്പിൽ, കരിയറിൽ, മണി മാനേജ്മെന്റിൽ, ഡിസിഷൻ മേക്കിങ്ങിൽ ഒക്കെ സക്സസ്ഫുൾ ആകണമെങ്കിൽ അവർ പ്രോപ്പർലി ട്രെയിൻഡ് ആകണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ കിഡ്സ് MBA ഇസ് നോട്ട് ഓപ്ഷണൽ ഫോർ യു. മാർക്കുകളോളം തന്നെ പ്രാധാന്യം നമ്മുടെ കുട്ടികളുടെ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റിനും വേണം എന്ന് തിരിച്ചറിയുന്ന ഒരു പാരന്റ് ആണ് നിങ്ങളെങ്കിൽ കിഡ്സ് MBA നിങ്ങളുടെ കുട്ടിക്ക് അത്യാവശ്യമുള്ളൊരു ട്രെയിനിങ് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നാളത്തെ ലോകത്തിന് ആവശ്യം ബെറ്റർ അഡൽട്സിനെയാണ്. ലെറ്റ് us together create better adults. Kids MBA. Keep going. Happy learning.